സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ എത്ര വാക്ക് വേണം എന്നുള്ളത് നമ്മുടെ ഒരു സംശയമാണ് അല്ലേ. കാരണം എന്താണ്, നമ്മൾ ചിലപ്പോൾ പറഞ്ഞങ്ങ് വരുമ്പോഴും നമുക്ക് കിട്ടുന്നില്ല വാക്കല്ലേ. ഈ സംശയം ഒരുപാട് പേർക്കുണ്ടായിരുന്നു. അങ്ങനെ 1930 നടത്തിയ ഒരു പഠനത്തിൽ മനസ്സിലായ ഒരു കാര്യം, 850 വാക്ക് മാത്രം മതി ഇംഗ്ലീഷ് സാമാന്യം നന്നായിട്ട് സംസാരിക്കാൻ, എല്ലാ ആശയങ്ങളും പറയാനെന്നാണ് കണ്ടുപിടിച്ചത്. ഇനിയിപ്പോഴേ അതിന് ശേഷം അമേരിക്കൻ ഗവൺമെൻറ് ഫണ്ട് ചെയ്തൊരു പ്രൊജക്റ്റ് കണ്ടുപിടിച്ചൊരു കാര്യം, 1500 വാക്കുകൾ വേണം, അല്ലെങ്കിൽ 1500 വാക്ക് മതി ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ എന്നുള്ളതാണ്. ആ 1500 വാക്ക് ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബുക്ക് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ 1500 വാക്കിൽ ഡി ഉപയോഗിച്ചുള്ള ആദ്യത്തെ 36 വാക്കാണ് നമ്മളിന്ന് 10 മിനിറ്റ് കൊണ്ട് പഠിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആ 36 വാക്കിൻ്റെ നമുക്ക് മൊത്തത്തിൽ ഡി ഉപയോഗിച്ച് 80 വാക്കുകൾ മതി. ആ ബാക്കിയുള്ളത് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ കാണും. അപ്പോൾ ഇന്ന് നമുക്ക് ആ 36 വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് ശ്രദ്ധിക്കാം. ഡാം, അണക്കെട്ട്. ഡാം വാസ് ബിൽറ്റ് വെരി സ്ട്രോങ് ആൻഡ് ഹൈ. ഓക്കെ, എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പാസീവ് വോയിസ് ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ഡാം പണിതിരിക്കുന്നത് വളരെ ശക്തമായിട്ട് നല്ല ഉയരത്തിൽ വേണം എന്നുള്ളതാണ്. ഈ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്, ആരാണ് ഈ ചെയ്തതെന്ന് നമ്മൾ പറയാറില്ലല്ലേ പാസീവ് വോയിസിൽ. നമ്മൾ ആ പാസീവ് വോയിസിൻ്റെ പാടൊക്കെ കാണണം കേട്ടോ. അപ്പോഴെന്താണ്, ഈ നമുക്കറിയത്തില്ല ആരാണ് പണിതെന്നുള്ളതിന് പ്രാധാന്യമുണ്ടോ, ഈ ഡാം ഇന്നയാളാണ് പണിതത്, അല്ലെ ആൻ്റണിയാണ് പണിതത്, അല്ലെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടതാണ് അല്ലേ. ഇനി മറ്റൊന്നാണ് ഡാമേജ്. ഡാമേജ് എന്ന് പറഞ്ഞാൽ കേടുപാടുകൾ. അതിൻ്റെ V1, V2, V3 എന്താണ്, ഡാമേജ്ഡ്. ഓക്കെ, ദിസ് സ്കാൻഡൽ ക്യാൻ സീരിയസ്ലി ഡാമേജ് ഹിസ് പൊളിറ്റിക്കൽ കരിയർ. ഓക്കെ, എന്താണ് ഈ സ്കാൻഡൽ, ഈ അപവാദം എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ സീരിയസ്ലി ഡാമേജ്. ഓക്കെ, പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, കേടുപാടുകൾ ഉണ്ടാക്കും. എന്തിലാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്, അവൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ അല്ലേ, രാഷ്ട്രീയ ഭാവിയിൽ. ശരിയല്ലേ, എന്തെങ്കിലും അപവാദങ്ങളൊക്കെ ഉണ്ടായ പ്രശ്നം ഉണ്ടാവും അല്ലേ. ഈ ഡാമേജ്ഡ് മൈ കാർ, അവൻ എൻ്റെ കാറ് ഡാമേജ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അപകടം. ദിസ് ഡാർക്ക് ഫോറസ്റ്റ് ഈസ് ഫുൾ ഓഫ് ഡേഞ്ചർ. ഓക്കെ, എന്താണ് ഈ ഇരുണ്ട വനം പൂർണ്ണമായിട്ട് അപകടം എന്ന് പറഞ്ഞാണ്. അതിൻ്റെ അകത്ത് കടുവയുണ്ട്, അല്ലെ പുലിയുണ്ട്, അല്ലെ എല്ലാ സാധനങ്ങളുണ്ട്, ഒരുപാട് ഡേഞ്ചറാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുട്ട് അല്ലെങ്കിൽ ഇരുണ്ട എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഷീ വാസ് അഫ്രെയ്ഡ് ഓഫ് ദി ഡാർക്ക്. ഓക്കെ, അവൾക്ക് എന്ത് പേടിയായിരുന്നു, അവൾക്ക് ഇരുട്ടിനെ പേടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ശ്രദ്ധിക്കുക അല്ലേ, ഷീ വാസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് ഐ ഹാവ് ഡാർക്ക് സ്കിൻ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഓക്കെ, എൻ്റെ തൊലി എന്താണ്, കറുത്തതാണ്. ഓക്കെ, മറ്റൊന്ന് ഡേറ്റ് എന്ന് പറഞ്ഞാൽ തീയതി. ഇനി ഡേറ്റിന് വേറൊരർത്ഥമുണ്ട്, പ്രേമമായിട്ട് ബന്ധപ്പെട്ട് അവർ തമ്മിൽ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ പ്രേമത്തിലാണ് എന്നുള്ളതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി മറ്റൊന്നുണ്ടെന്ന് ഡേറ്റ്സ് നമുക്കറിയാലോ, ഈന്തപ്പഴം അല്ലേ, അതിന് ഒരു എസ്സും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി ഡേ എന്ന് പറഞ്ഞാൽ പകൽ അല്ലെങ്കിൽ ദിവസം. ഡേ ആൻഡ് നൈറ്റ്, രാവും പകലും. ഡെഡ്, ചത്ത. ദിസ് ഈസ് എ ഡെഡ് ഡോഗ്, ഇതൊരു ചത്ത പട്ടിയാണ്. ഡെഫ്, ചെവി കേൾക്കാൻ വയ്യാത്ത ആളെയാണ് ഡെഫ് എന്ന് പറയുന്നത്. ചിലരൊക്കെ പൊട്ടൻ എന്ന് വിളിക്കാറുണ്ട് അല്ലേ. ഒരിക്കലും അങ്ങനെ വിളിക്കരുത്, വളരെ അബ്യൂസിങ് ആണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അല്ലേ. ഓക്കെ, നമുക്ക് ചെവി കേൾക്കാൻ പറ്റും, നമ്മുടെ കഴിവുണ്ടല്ലോ, ദൈവം നമുക്ക് തന്നുകൊണ്ടല്ലേ അല്ലേ. അപ്പോൾ ദിസ് ലിറ്റിൽ ബോയ് ഈസ് ഡെഫ്. ഓക്കെ, എന്താണ്, അവന് ചെവി കേൾക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. ഡീൽ, കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ വിൽപ്പന വാങ്ങൽ നടത്തുക എന്നുള്ളതാണ് ഡീൽ. ടുഡേയ്സ് മീറ്റിംഗ് വിൽ ഡീൽ വിത്ത് ദ പ്രോബ്ലം ഓഫ് പൊല്യൂഷൻ. ഓക്കെ, എന്താണ് ഇന്നത്തെ മീറ്റിങ്ങിൽ എന്താണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത്, പൊല്യൂഷനെ പറ്റിയാണ് അല്ലേ. മറ്റൊന്ന് ഹിസ് കമ്പനി ഡീൽസ് ഇൻ പ്ലാസ്റ്റിക്. ഓക്കെ, അവരുടെ കമ്പനി എന്താണ് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ വിൽപ്പന നടത്തുന്നത്, വ്യാപാരം നടത്തുന്നത്, എന്താണ്, പ്ലാസ്റ്റിക് ആണ്. ഡിബേറ്റ്. ഓക്കെ, നമുക്കറിയാലോ ഡിബേറ്റ്, നമ്മൾ ടി വിയിലൊക്കെ ഡിബേറ്റ് കാണാറുണ്ട് അല്ലേ. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആശയപരമായിട്ടുള്ള തർക്കം, പിന്നെ അല്ലെങ്കിൽ എന്താണ് ഡിസ്കഷൻ എന്നൊക്കെ നമ്മളത്, അതിന് ഡിബേറ്റ് എന്ന്. ആശയപരമായിട്ട് രണ്ട് അഭിപ്രായം കാണും, അപ്പോഴാണ് ഈ ഡിബേറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വെറും തർക്കത്തിനും പറയാം, പക്ഷേ സാധാരണ എന്താണ്, അത് ആശയപരമായിട്ടുള്ള തർക്കമായിരിക്കും. ഹി ഡിബേറ്റഡ് വെദർ ഹി ഷുഡ് സോൾവ് ദ മാറ്റർ എലോൺ ഓർ സ്പീക്ക് ടു ഹർ. ഓക്കെ, എന്താണ് അവൻ ഡിബേറ്റ് ചെയ്തെന്താണ്, അവൻ തർക്കിച്ചു, മറ്റാരോടും ആയിരിക്കും തർക്കിച്ചു അല്ലേ, അവൻ്റെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചു കാണും. എന്താണ്, അവൻ ആ പ്രശ്നം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യണോ അതോ അവളോട് പറയണോ എന്നുള്ളതാണ്. ഓക്കെ, ലാസ്റ്റ് നൈറ്റ്സ് ഡിബേറ്റ് ഓൺ TV വാസ് ഓൺ
എന്താണ് എഡ്യൂക്കേഷൻ ബിൽ. ഓക്കെ, ലാസ്റ്റ് നൈറ്റ് ഡിബേറ്റ് വാസ് ഓൺ ദി എഡ്യൂക്കേഷൻ ബിൽ. ആ ഒരു വിദ്യാഭ്യാസ ബില്ലിനെ പറ്റിയായിരുന്നു അല്ലേ. ഡെറ്റ് എന്ന് പറഞ്ഞാൽ കടം എന്നാണ് അർത്ഥം. ഐ എം ട്രൈങ് ടു പേ മൈ ഡെറ്റ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, DEBT ആണല്ലേ. അപ്പോൾ നമ്മൾ ഡെപ്റ്റ് എന്ന് വായിക്കാമല്ലോ അല്ലേ, പക്ഷേ അതല്ല എൻ്റെ പ്രൊനൗൺസിയേഷൻ ഡെറ്റ്. ഓക്കെ, ബി ഇല്ലാതെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഡെറ്റ് അതാണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ഐ എം ട്രൈങ് ടു പേ മൈ ഡെറ്റ്. ഓക്കെ, ഞാൻ പേ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ട്രൈങ്. ഓക്കെ, ഡിസൈഡ് തീരുമാനം, ഡിസൈഡഡ് ആണ് V1 V2 V3. ഓക്കെ, ഹി ഡിസൈഡഡ് ടു ബൈ എ ന്യൂ കാർ. ഓക്കെ, അവൻ തീരുമാനിച്ചു എന്ത്, ഒരു പുതിയ കാർ വാങ്ങിക്കാൻ. ഡിക്ലെയർ പ്രഖ്യാപനം നടത്തുക, അറിയിപ്പ് നടത്തുക. അതിൻ്റെ V1 V2 V3 ഡിക്ലെയർഡ്. മൈ കമ്പനി ഹാസ് ഡിക്ലെയർഡ് ദ ബോണസ്. ഓക്കെ, എന്താണ് ബോണസ് പ്രഖ്യാപിച്ചു അല്ലേ, അപ്പോൾ നമുക്ക് പൈസ കിട്ടും. ശ്രദ്ധിക്കുക, അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവിടെ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മൾ തീർച്ചയായിട്ടും 5ാമത്തെ പാഠം പഠിച്ചവർക്ക് ഒരു പ്രശ്നമില്ല അല്ലേ. ഡിക്രീസ് കുറവ്, ഡിക്രീസിൻ്റെ V1 V2 V3 ഡിക്രീസ്ഡ്. He decreased the speed of the car. ഓക്കെ, എന്താണ് അവൻ എന്ത് ചെയ്തു, അതിൻ്റെ സ്പീഡ് കുറച്ചു എന്നിൻ്റെ കാറിൻ്റെ. ഓക്കെ, ചില പോലീസ് പറയുന്നുണ്ടാക്കി അല്ലേ. ഡീപ്പ് ആഴമുള്ള, ദ അറ്റ്ലാന്റിക് ഓഷൻ ഈസ് വെരി ഡീപ്പ്. ഓക്കെ, എന്താണ് അറ്റ്ലാന്റിക് ഓഷൻ ആണല്ലോ ഏറ്റവും കൂടുതൽ താഴ്ചയുള്ളത് അല്ലേ, അതുപോലെ ഇവിടെ പറയണ വളരെ താഴ്ചയുള്ളതാണ്, ആഴമുള്ളതാണ്. ഡിഫീറ്റ് തോൽവി, ഡിഫീറ്റഡ് V1 V2 V3. He defeated him in the last election. ഓക്കെ, അവൻ മറ്റൊരാളെ തോൽപ്പിച്ചു എപ്പോഴും ലാസ്റ്റ് ഇലക്ഷനിൽ. ഡിഫെൻഡ് ആക്രമണം തടയുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലേ. ഡിഫെൻഡേഴ്സ് ഉണ്ടല്ലോ ഇപ്പോഴും ഫുട്ബോളിലൊക്കെ അല്ലേ. We must defend our children from the dangers of the internet. ഓക്കെ, എന്താണ് ഇപ്പോൾ ഇൻ്റർനെറ്റിന് ഒരുപാട് ഡേഞ്ചേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് വളരെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കുന്നു, കാണുന്നു ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താണ്, അതിൻ്റെ ഡേഞ്ചേഴ്സാണ് ഇൻ്റർനെറ്റിൻ്റെ. അതിനെന്ത് ചെയ്യണം, നമ്മൾ തടയണം അല്ലെങ്കിൽ സംരക്ഷിക്കണം. ആരെ, നമ്മുടെ കുട്ടികളെ അല്ലേ. ഡെഫിസിറ്റ്, എന്താണ് ഡെഫിസിറ്റ്? നമ്മൾ ഇപ്പം ഒരു ബഡ്ജറ്റ് സമ്മേളനങ്ങളിലൊക്കെ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് ഡെഫിസിറ്റ് എന്നുള്ളത്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ വരവിനേക്കാൾ ചിലവ് കൂടുതലുണ്ടാകുമ്പോഴാണ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത് അല്ലേ. നമുക്ക് വരവ് കുറവ് പക്ഷെ ചിലവ് കൂടുതൽ. ഓക്കെ, ഗവൺമെൻറ് ഈസ് ഫേസിങ് എ ഹ്യൂജ് ഡെഫിസിറ്റ്. ഓക്കെ, നമ്മുടെയൊക്കെ ഗവൺമെൻറ് ആ പ്രശ്നമുണ്ട് അല്ലേ. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു പ്രശ്നമുണ്ട്. അതായത് സാമ്പത്തികം വളരെ കുറവാണ് ഗവൺമെൻറ്റിന് കിട്ടുന്നത് അല്ലേ. ഇപ്പോഴും ഈ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ഒരുപാട് സംഭവിക്കുന്നു. ഡിഫൈൻ നിർവചനം, ഡിഫൈൻഡ്. ഓക്കെ, V1 V2 V3. പ്ലീസ് ഡിഫൈൻ യുവർ സെൽഫ് ഇൻ എ സെൻറ്റൻസ്. ഓക്കെ, ഒരു സെൻറ്റൻസിൽ നിന്നെ ഒന്ന് ഡിഫൈൻ ചെയ്ത് നീ ആരാണ്, നിൻ്റെ മൊത്തം കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഈ നമ്മൾ ഒരു പ്രൊജക്റ്റിനെ പറ്റി അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതെന്താണ് ആ പ്രൊജക്റ്റ് എന്നൊക്കെ ഉള്ളതിനെ പറ്റി അല്ലേ. ഡിഗ്രി ചൂടളക്കാൻ ഉപയോഗിക്കുന്ന അളവ് പോലെ ഡിഗ്രി. ഷീ ടെസ്റ്റഡ് ദ വാട്ടർ ടു സീ ഇഫ് ഇറ്റ് വാസ് 90 degrees ഓർ നോട്ട്. ഓക്കെ, എന്താണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തല്ലേ, ടെസ്റ്റ് ചെയ്തിട്ടത് 90 degree ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ പല ആവശ്യത്തിന് വേണ്ടിയായിരിക്കും അല്ലേ. ഡിലേ താമസം, പിന്നീടെന്ന് വെക്കുക, അതാണ് ഡിലേ ചെയ്യുക എന്ന് പറഞ്ഞാൽ. പ്ലീസ് ഡോണ്ട് ഡിലേ ദ ഡെലിവറി ഓഫ് ദി ഓർഡർ. ഓക്കെ, എന്താണ് ഇപ്പോൾ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഒരു ഓർഡർ വന്നു അല്ലേ, അതിന് ഡിലേ ചെയ്തെന്ന് പറയും അല്ലേ. 30 minute കൂടുതലാകരുത് എന്നൊക്കെ പറയാറില്ലേ. അതാണ് ഡിലേ എന്ന് പറഞ്ഞാൽ താമസം വരുത്തുക എന്നാണ് അർത്ഥം. ഡെലിഗേറ്റ് എന്ന് പറഞ്ഞാൽ അധികാരപ്പെടുത്തുക, മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ദ ബോസ് ഹാസ് ടു ഡെലിഗേറ്റ് ഹിസ് വർക്ക് സോ ദാറ്റ് ഹി ക്യാൻ ഗോ ഓൺ ഹോളിഡേ. ഓക്കെ, എന്താണ് ബോസ് എന്ത് ചെയ്യണം, ഈ വേറൊരാളെ ആ പണികളൊക്കെ ഏൽപ്പിക്കണം അല്ലേ. അപ്പോൾ ഡെലിഗേറ്റ് അദ്ദേഹത്തിൻ്റെ ജോലികളൊക്കെ സോ ദാറ്റ് ഹി ക്യാൻ ഗോ ഓൺ ഹോളിഡേ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഹോളിഡേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക, അവധി സന്ദർശിക്കാനൊക്കെ ആയിരിക്കും. ഈ ഡെലിഗേറ്റ് എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് മിക്ക ഇന്ത്യൻ കമ്പനികളിലും അങ്ങനെ നടക്കാറില്ല. എന്താണ് MD തന്നെയാണ് എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലേ. പക്ഷേ ഫോറിൻ കമ്പനികളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഭയങ്കരമായിട്ട് അവർ ഡെലിഗേറ്റ് ചെയ്യും, വർക്ക് ഈസിയായി മാറും. ഡിമാൻഡ് ആവശ്യപ്പെടുക, നിർബന്ധമായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഡിമാൻഡ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു
കൂടുതൽ ആൾക്കാർക്ക് ആവശ്യം വരുന്നതിനും ഡിമാൻഡ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണെന്ന് പറയത്തില്ലേ, അപ്പോഴെന്താണ് ഒരുപാട് പേർക്ക് അത് ആവശ്യമുണ്ട് അല്ലേ. ഇനി ഡിമാൻഡഡ് ഓക്കെ, ആവശ്യപ്പെടുന്നതിൻ്റെ V1 V2 V3 ആണ്. ദേ ഡിമാൻഡഡ് ദ സാലറി, നിർബന്ധമായിട്ട് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഡെമോക്രസി, ജനാധിപത്യം. ഇന്ത്യ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്. ഉദാഹരണം സഹിതം വിശദീകരിക്കുന്നതിന് അല്ലെങ്കിൽ കാണിക്കുന്നതിനാണ് ഡെമോൺസ്ട്രേറ്റ് എന്ന് പറയുന്നത്. ദ ക്രൗഡ് ഡെമോൺസ്ട്രേറ്റഡ് ദ സപ്പോർട്ട് ടു ദ ന്യൂ ലീഡർ. ഓക്കെ, എന്താണ് ആ ക്രൗഡ് എന്ന് പറഞ്ഞാൽ വലിയ ജനക്കൂട്ടം എന്നുള്ളത്. വലിയ ജനക്കൂട്ടം എന്ത് ചെയ്തു, കാണിച്ചു, പരസ്യമായിട്ട് അവരുടെ സപ്പോർട്ട് കാണിച്ചു. അങ്ങനെ എങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്, ചിലപ്പോൾ അവരെല്ലാവരും ഒത്തുകൂടിയോ എന്നൊക്കെ പറഞ്ഞു അല്ലേ, അങ്ങനെ ആയിരിക്കാം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്. ദ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് ദ ഐഡിയ വിത്ത് ആൻ എക്സ്പീരിമെൻറ്റ്. ഓക്കെ, എന്താണ് ആ ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിപ്പിച്ചപ്പോൾ അതൊരു എക്സ്പീരിമെൻ്റ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഡിനൗൺസ് എന്ന് പറഞ്ഞാൽ ശക്തമായ കുറ്റപ്പെടുത്തലിനാണ് ഡിനൗൺസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ V1 V2 V3 denounced. The parliament denounced the use of violation by Pakistan. ഓക്കെ, എന്താണ് നമ്മുടെ പാർലമെൻറ്റ് ശക്തമായിട്ട് കുറ്റപ്പെടുത്തി പാകിസ്ഥാനെ എന്തിന് അവർ വയലൻസ് ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞ് അതിനെ കുറ്റപ്പെടുത്തി അല്ലേ. വയലൻസ് എന്ന് പറഞ്ഞ് എന്താണ്, ഒരു ദ്രോഹം ചെയ്യുക അല്ലേ, ആക്രമണം നടത്തുക, അതിനെ ഭയങ്കരമായിട്ട് നമ്മുടെ പാർലമെൻറ്റ് ഡിനൗൺസ് ചെയ്തു. ഡിനേ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ V1 V2 V3 ഡിനൈഡ്. ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. വി ക്യാൻ ഡിപ്പെൻഡ് ഓൺ ഹിം, ഹീ ഈസ് എ ജെന്റിൽമാൻ. ഓക്കെ, നമുക്ക് അദ്ദേഹത്തെ ആശ്രയിക്കാം, അദ്ദേഹം ഒരു മാന്യനായിട്ടുള്ള ആളാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഡിപ്ലോയ് വിന്യസിക്കുക. ഡിപ്ലോയ്ഡ് ആൻഡ് V1 V2 V3 ആണ്. ഡിപ്ലോയ്ഡ്. ഇന്ത്യ ഹാസ് ഡിപ്ലോയ്ഡ് ഇറ്റ്സ് ഫോഴ്സസ് അക്രോസ് ദ ബോർഡർ എന്ന് പറഞ്ഞാൽ അതിർത്തി മുഴുവൻ സൈന്യത്തെ വിന്യസിച്ചു. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നിരാശയാണ്. തീർച്ചയായിട്ടും മനസ്സിലാക്കി, ഡിപ്രഷൻ ഒരു രോഗമാണ് അല്ലേ, തീർച്ചയായിട്ടും. ഹീ സഫറിങ് ഫ്രം ഡിപ്രഷൻ. ഓക്കെ, അവന് നിരാശയെ അവൻ സഫർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ്റെ ഒരു നിരാശ എന്ന് പറഞ്ഞ രോഗത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ അർത്ഥം. ഡിസ്ക്രൈബ് വിശദീകരണം. ഡിസ്ക്രൈബിൻ്റെ V2 V3 described. He described his lovely travel experiences. ഓക്കെ, അവൻ എന്ത് ചെയ്തു, അവൻ വിശദീകരിച്ചു എന്നാണ് പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു തെറ്റാണ് അല്ലേ. മറ്റൊന്നാണ് ഡെസേർട്ട്. ശ്രദ്ധിക്കുക, ഡെസേർട്ട് എന്നാണ് മരുഭൂമിക്ക് പറയുന്നത്. ഡെസേർട്ട് ഡ്രൈവിംഗ് ഈസ് എ ടഫ് ടാസ്ക്. ഓക്കെ, ഡെസേർട്ട് ഡ്രൈവിംഗ് അത്ര ഈസി അല്ല, കുറച്ച് ടഫാണ്, ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞത്. ഇനി മറ്റൊന്നാണ് ഈ മധുരം, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മധുരത്തിന് ഡിസേർട്ട് എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക, അതിന് ഒരുപാട് പേര് ഡെസേർട്ട് എന്ന് പറയാറുണ്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ അത് മരുഭൂമിയാണ്. മധുരത്തിന് ഡിസേർട്ട് എന്നാണ് ഒന്ന് ഡി. ഓക്കെ, ഹൂ മെയ്ഡ് ദ ഡിസേർട്ട്? ഐ ലവ് ദാറ്റ് പുഡിങ്. ഓക്കെ, എന്താണ്, ആരാണ് ഇതുണ്ടാക്കിയത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ. ഡിസൈൻ, രചന അല്ലെങ്കിൽ പദ്ധതി, മാതൃക, രൂപരേഖ എന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട്. ദ എഞ്ചിനീയർ ഹാസ് സബ്മിറ്റഡ് ഹിസ് ഡിസൈൻ ടു ദ കമ്പനി. എഞ്ചിനീയർ സബ്മിറ്റ് ചെയ്തു. ഡിസയർ, ആഗ്രഹം. ഹി ടോൾഡ് ഹിസ് ഡിസയർ ടു മാരി ഹെർ. ഓക്കെ, എന്താണ്, അവളുടെ ആഗ്രഹം, അവളെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഡിസ്ട്രോയ്, നശിപ്പിക്കുക. ഡിസ്ട്രോയ്ഡ് V2 V3 ആണ്. ഡിസ്ട്രോയ്ഡ്. രാഹുൽ ഡിസ്ട്രോയ്ഡ് ഹിസ് ലാപ്ടോപ്പ് ബൈ ത്രോയിങ് ഇറ്റ് എവേ. ഓക്കെ, അവൻ എന്ത് ചെയ്തു, ലാപ്ടോപ്പ് എറിഞ്ഞ് കളഞ്ഞു. അപ്പോഴേ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയാണ് ഇന്ന് പഠിക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള നമുക്ക് നാളെ പഠിക്കാം. അപ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്രയും പഠിച്ച ഈ സെൻറ്റൻസുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വാക്കുകൾ പഠിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ്.